സോ പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും, വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് അനഘ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് മോർ ഓവർ നമ്മളെല്ലാവരും തന്നെ ആദിയുടെ ഫാൻസ് ആണ്, അല്ലെ, ആദിയുടെ സോങ്സിന്റെ ഫാൻസ് ആണ്. സോ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം വെൻ യു ഗെറ്റ് എ കോൾ ഫ്രം ആദി ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് കെയിം ടു യുവർ മൈൻഡ്? ഐ മീൻ ഒരു യെസ് പറയാനായിട്ട് ഈ സിനിമയോട്. ഡെഫിനറ്റ്ലി ദ സ്റ്റോറി ലൈൻ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി എനിക്ക്. ആൻഡ് ഞാൻ ആലോചിച്ചത്, പക്ഷെ എനിക്കിതൊരു ഭയങ്കര ഒരു സീരിയസ് ഒരു ഡോക്യു ഫിലിം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഓർത്തു ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും ഇവർ, ദാറ്റ് ടു വിത്ത് സച്ച് ലിമിറ്റഡ് റിസോഴ്സസ്. ഇവരുടെ ടീം തന്നെയാണ്, നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും പ്രൊഡക്ഷൻ ടീമാണ്, എല്ലാവരും ഇറ്റ്സ് ആദി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഫാൻസ്. സോ അങ്ങനെ അപ്പം ഞാൻ ആലോചിച്ചത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സ്റ്റോറി വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതാണ് ആദ്യം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഫിലിമിൽ. ആൻഡ് ഇതിനകത്ത് മിനിസ്റ്ററിൻ്റെ മോളായിട്ടാണ്, കീർത്തനാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ആൻഡ് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ആർട്ട് ഇൻ ദ ഫിലിം അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് കുറേ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഈ ക്യാരക്ടറിന്. സോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല. സോ ദാറ്റ് വാസ് ഓൾസോ വെരി എക്സൈറ്റിംഗ്. ആൻഡ് ദെൻ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. നമ്മൾ ഒരുമിച്ച് ഒരു ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നട്പെത്തുണി. സോ എനിക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ. ആൻഡ് ഇറ്റ് വാസ് മോർ ലൈക്ക് a group of friends coming together and working towards their dream. അങ്ങനെ തോന്നിയത്. ഒരു വർക്ക് പ്രഷർ ഒന്നും ഇല്ലാതെ ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് സിൻസിയറായി നമ്മളെല്ലാവരും സിൻസിയറായി ചെയ്ത ഒരു ഫിലിമാണ്. സോ അതിൻ്റെ ഔട്ട്പുട്ടിലും കാണാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഞാൻ സ്റ്റോറി കേട്ടതിൽ നിന്നും പിന്നെ ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് ഭയങ്കര ഭംഗിയായി വന്നിട്ടുണ്ട് ഔട്ട്പുട്ട്. സോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതിനകത്ത് ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. നക്കി സർ, നാസർ സർ, നമ്മുടെ ഹരിഷുത്തമൻ സർ. സോ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സോടെ വർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് അനദർ തിങ്. അതും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആൻഡ് ഇതിൻ്റെ VFX വർക്കൊക്കെ എല്ലാവരും ഓൾ ആദി ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, ജീവ, എല്ലാവരും ഒരു ടീമിലുള്ളവർ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്, ടെക്നിക്കൽ ഇതൊക്കെ. സോ ബട്ട് ലിമിറ്റഡ് റിസോഴ്സസ് ചെയ്തതാണെങ്കിലും എല്ലാം വളരെ നന്നായി വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് സ്റ്റോറി പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് ആസ് ദേ ടോൾഡ്, ഒരു ഡിഫറെൻറ്റ് ഫിലിമാണ്. ഇപ്പോൾ സാധാരണ ഒരു വാർ ഫിലിം ജോണറിനല്ലാതെ, എന്തോ ഇതിൻ്റെ ഒരു പ്രമിസും ഇതൊക്കെ വാർ പൊളിറ്റിക്സ് ഒക്കെ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി ദ മെസ്സേജസ് അബൌട്ട് ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരു ലാംഗ്വേജ് ബാരിയർ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമായിരിക്കും. ആൻഡ് ആസ് ഐ സെഡ്, ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവും മൈൻഡിൽ. ബട്ട് അതൊക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് ഇറ്റ് ബി എ കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ എന്നാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. മ്യൂസിക് ആണെങ്കിലും ഭയങ്കര ഫ്രഷ് ആണ് ഇതിൽ, ഐ ഫെൽറ്റ്. And it's very different from all the films that he has done so far. Music wise ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ പാർട്ട് ആണെങ്കിലും even the actors, everyone has done really well. So it will be a really good experience watching it in theatre. And then yeah, thank you Adi for giving me this film. And എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം 20th ആൻഡ് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ആദി, നമുക്ക് എങ്ങനെയാണ് ആദിനെ അങ്ങനെ